ഹായ് ഹലോ വെൽക്കം ടു ഗോഡസ് ഡേ 3 പാർട്ട് 2 വ്ളോഗ് സീരീസ്. അപ്പം ഈ വ്ളോഗിലേക്ക് എല്ലാവരും സുഖം ചെയ്യുന്നു. ഇത് വില്ലുണ്ടി തീർത്ഥം എന്നൊരു കിണർ ഇവിടെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊരു ക്ഷേത്രമുണ്ട്. ഇവിടെ ശരിക്കും ശ്രീരാമൻ സീതാദേവിക്ക് ദാഹിച്ചപ്പോൾ ആ ഒരു ഇതിൽ അതിൽ നിന്നും തീർത്ഥജലം എടുത്ത് കൊടുത്തു. ആ ദാഹം അകത്തി അങ്ങനെ എന്തോ ഒരു ചെറിയൊരു മിത്തി ക്ഷേത്രമായിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നേരെ അപ്പുറത്തെ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് കിണറാണ്. സോ വാച്ച് in minute detail. So this place is known as Villundi Tirtham. A temple is there. Near to that temple, one bridge is there. In that bridge, you can use your sandals and go along. Drink water. One priest will be there. Drink water from that well known as Villundi Tirtham. Actually, Lord Sri Rama, during his travel, satisfied the thirst of Sita by using that bow in this well. And some myth is related to that, and a beautiful beach you can see behind that. അപ്പോൾ ഒരു കടലും ഉണ്ട് അതിൻ്റെ ചുറ്റുപാടും. So make sure when you go and shoot this well and all that your phone don't slip inside that well. If it goes, khatam, it's over. സോ ഗോഡസ് എന്ന് നിൽക്കുന്നത് വില്ലുണ്ടി തീർത്ഥം ബ്രിഡ്ജ് ആ കിണറിൻ്റെ അവിടെയാണ്. അതിന് ചുറ്റുപാടും കടലാണ് 4 സൈഡും. സോ ഈ കിണറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നാണ് അവിടുത്തെ ഒരു പ്രീസ്റ്റ് നമുക്കത് എടുത്തു തരും. അവിടുത്തെ ശാന്തി പോലുള്ള നമുക്ക് എടുത്തു തരും. അപ്പോൾ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ കൊള്ളാം. അറിയാതെ മൊബൈലൊക്കെ കിണറ്റിനകത്ത് പോയാൽ തീർന്നു മക്കളെ, അത് പിന്നെ എവിടെയാവും, കടലിലേക്ക് പോവും. സോ അത് കെയർഫുൾ ആയിരിക്കണം. നല്ല ചൂടായിരുന്നു ടെമ്പറേച്ചർ. ഞാനൊക്കെ കുറേ സൺസ്ക്രീൻ വാരി പൂശിയിരുന്നു, എന്നിട്ട് പോലും ഒരു രക്ഷയില്ല മക്കളെ. ബട്ട് ഞാൻ എൻജോയ് ചെയ്തതാ നിൽക്കുന്ന ആ ഒരു ശാന്തി പോലെ ഒരാളാണ് ഇത് തരുന്നത്. ഇവിടെ എല്ലാവരും വെള്ളം കുടിക്കുന്നതിനെക്കാട്ടി വ്ളോഗും ഇതൊക്കെ എടുക്കാനാണ് നിൽക്കുന്നത്, ഫോട്ടോസും ക്യാപ്ചർ ചെയ്യാൻ. അതെനിക്ക് മനസ്സിലായി അവിടെ ചെന്നപ്പോൾ. സോ എനിക്കും അദ്ദേഹം തന്നു, 3 തവണ തന്നു വെള്ളം. അപ്പം ഞാനത് കളക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. നോക്കിക്കോളൂ. കുടിച്ചു, കുറച്ച് ഞാൻ തലയിൽ തളിച്ചു. വീണ്ടും 2ാമത്തെ റൗണ്ട് തരും, വീണ്ടും 3 റൗണ്ട്. പല പല സ്ഥലങ്ങളിലെ ആചാരങ്ങൾ. ഐ എം ജസ്റ്റ് എൻജോയിങ് ഇറ്റ്. The customs in different temples, even though being a Hindu in different parts of South India is different. So I also drank. I watched this in Google. So it was like a dream come true to come and explore this in first hand. ഇതൊക്കെ ഞാൻ ഈ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ളത്, എത്രമാത്രം കറക്റ്റ് ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോഴും ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച നിമിഷം പോലെയാണ്. ഒറ്റയ്ക്ക് വന്ന് ഇത്രയും പ്ലേസൊക്കെ കവർ ചെയ്യാൻ പറ്റിയത് ഭഗവാൻ ശിവൻ്റെ നാട്ടിൽ അനുഗ്രഹവും ഉണ്ട്. സോ ഞാൻ ബ്ലെസ്ഡ് ആണ്. ഐ എം വെരി മച്ച് പ്രിവിലേജ്ഡ് ദാറ്റ് ബീങ് എ സോളോ ട്രാവലർ ഐ കുഡ് ക്യാപ്ചർ എവറിത്തിങ് ഇൻ മൈന്യൂട്ട് ഡീറ്റെയിൽ ഫോർ യു, ആൻഡ് ഐ എൻജോയ്ഡ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് which is spent over there. So this is the lovely beautiful beach surrounding and nearby the vicinity of that Villundi Tirtham temple. Have a look at it. പിന്നെ ബീച്ചിലൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ സ്കേർട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഹൈറ്റാണ് താഴോട്ട് ചാടി ഇറങ്ങാൻ. പിന്നെ എനിക്ക് സ്കേർട്ടിൻ്റെ റാപ്പ് സ്കേർട്ട് എനിക്ക് കീറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന്. പോരാത്തിന് നല്ല ചൂടുമായിരുന്നു ഡിയേഴ്സ്. നമ്മുടെ ഓട്ടോ ചേട്ടൻ മിസ്റ്റർ ബാബു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെയും കാത്ത്. കാരണം അടുത്തടുത്ത സ്ഥലങ്ങളിൽ പോകണമല്ലോ. പോരാത്തതിന് ഇന്നാണ് എനിക്ക് എൻ്റെ ട്രെയിൻ മടക്ക യാത്രയുടെ യാത്രയിൽ. അപ്പോൾ അതിന് മുമ്പാണ് ഗോഡസ് രാവിലെ എണീറ്റ് ഉറക്കമൊക്കെ കളഞ്ഞ് ഇത്രയും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കവർ ചെയ്തത്. സോ എല്ലാവരും മാക്സിമം ഗോഡസിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ അലോ ചെയ്യുക. ഒന്നും ഇല്ലെങ്കിൽ ഒരു ചുന്തിരി കുട്ടി അവിടെ ഇത്രയും ദൂരം വരെ വന്ന് ഇതൊക്കെ ക്യാപ്ചർ ചെയ്തില്ലേ. സോ അതിനൊരു ലൈക്ക്, ടാക്സോ GST ഇല്ല. പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗോഡസിനും ഹാപ്പി ആയിരിക്കും. ഗോഡസും ഹാപ്പി, എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങളും ഹാപ്പി. സോ വരൂ, അടുത്തടത്തേക്ക് പോവാം. സോ നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു വിസിറ്റ് APJ Abdul Kalam's memorial. It's on the way from Villundi Tirtham. So here the peculiarity is you are not supposed to capture or take the mobile for that matter inside this building. You can't shoot anything inside this. So outside the campus in the main road I am describing you where I am going. അപ്പോൾ ഇത് APJ Abdul Kalam സാറിൻ്റെ മെമ്മോറിയലാണ്. വില്ലുണ്ടി തീർത്ഥത്തിൽ നിന്ന് വരുമ്പോൾ വഴിക്കാണ് ഇതിരിക്കുന്നത്. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്കിവിടെ മൊബൈൽ അകത്ത് കൊണ്ടുപോയി ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റൂല. സോ അതിൻ്റെ വിശേഷം ഞാനിപ്പോൾ പറഞ്ഞുതരാം പോയിട്ട് വന്നു. സോ ഞാൻ അകത്ത് കയറിയിട്ട് വന്നു. അകത്ത് കയറുമ്പോൾ നിങ്ങൾ ബിലീവ് ചെയ്യൂല, സാറ് നമ്മളോടൊപ്പം ഉള്ള ഒരു പ്രസൻസാണ്. ബിലീവ് മീ, സാർ ഉപയോഗിച്ച പാത്രങ്ങൾ, സാറ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ചെയ്തു, ബ്രഹ്മോസ് മിസൈൽ. സോ നമുക്ക് റിയലി ഒരു തീരെ നഷ്ടമാണ് സാറിൻ്റെ വിയോഗം, അല്ലെങ്കിൽ സാറ് നമ്മളിൽ നിന്ന് വിട്ടുപോയെന്നുള്ളത്. സോ ഇത് നിങ്ങൾ കയറി കാണണം. ടിക്കറ്റ് ഒന്നുമില്ല, പക്ഷേ മൊബൈൽ ഞാൻ നിന്ന് സംസാരിച്ച് അതിൻ്റെ സൈഡിൽ, അതായത് ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഒരു ലോക്കർ
തട്ടുകട പോലെയുണ്ട്. അവിടെ കൊടുത്തിട്ട് അദ്ദേഹം കീ നമുക്ക് തരും. തിരിച്ചു വരുമ്പോൾ 5 രൂപ കൊടുക്കണം. So you have to keep your mobile in a shop opposite to that APJ Sirs Memorial in a locker for 5 rupees. They will give the key of that locker to you. Hand over that key safely and give 5 rupees when you get your mobile back. So if you get a chance, please do come and visit the wax models of APJ Abdul Kalam Sir and his achievements. The entire building is full of his achievements, his love for the students and everything. So I enjoyed. You people, if you get the time, please do visit. സോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയ ഡേ 3-ൽ ബിക്കോസ് ഐ ഹാവ് ടു കവർ ലോട്ട് ഓഫ് പ്ലേസസ് ഫോർ യു ഡിയർ. സോ ഐ സ്കിപ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ലിറ്റിൽ വൈൽ ആൻഡ് നൗ ഇറ്റ്സ് അറൌണ്ട് 10:50 ആൻഡ് ഓപ്പോസിറ്റ് ടു മൈ റിസോർട്ട്, ഗ്രീൻ ലീഫ് റിസോർട്ട്, I am here to have my breakfast from one veg hotel named some Sri Ram or Sai Ram, something of that sort. അപ്പം ഗ്രീൻ ലീഫ് റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്. നമുക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇന്നലെ ഞാൻ കയറിയില്ല, ഞാനൊരു നോൺ വെജ് ഫുഡി ടൈപ്പാണ്. സോ ഇന്ന് ഞാൻ ഇവിടുന്ന് വെജിറ്റേറിയൻ ഒന്ന് കഴിക്കാം ധനുഷ്കോടിയിൽ വിചാരിച്ചു. സോ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റാണ്. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ പറയുന്നത് അവിടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ അവിടെ ടിക്കറ്റ് ഇല്ല, പക്ഷേ വിവേകാനന്ദ മെമ്മോറിയൽ പോയപ്പോൾ 5 രൂപ ടിക്കറ്റ് മേടിച്ചു, മറ്റേ കുരിശടി ഐലൻഡിൻ്റെ അവിടെ. സോ കാണേണ്ട കുറേ കാഴ്ചകൾ തന്നെ ഉണ്ട് ഇതിനകത്ത്. നല്ല ബ്യൂട്ടിഫുൾ ഗാർഡനാണ് ആ ബിൽഡിങ്ങിന് ചുറ്റും. സോ കൊള്ളാം, നല്ല അത്യാവശ്യം നല്ല ഇതാണ്. പിന്നെ ഞാൻ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നല്ലോ. നമ്മൾ ഇന്നലെ സെക്കൻഡ് ഡേ തിന്നെ നോൺ വെജിൻ്റെ അടുത്താണ് ഇത് ഇരിക്കുന്നത്. പക്ഷേ ഈ ഹോട്ടലിൽ ചെറിയൊരു വിഷയമുണ്ട്. ഞാൻ ഇതിന് ശേഷം നിങ്ങൾ അവസാനം വരെ കാണുക, അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം. സോ ഞാൻ ഇവിടുന്ന് ഒരു സെറ്റ് പൂരിയും ഒരു സെറ്റ് ഇഡ്ഡലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കോഫിയും. സോ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റാണ്. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക, അതിൻ്റെ അവസാനം ഞാൻ പറയാം. സോ ദിസ് ഹോട്ടൽസ് ഫുഡ് ഈസ് നോട്ട് ദാറ്റ് ബാഡ്, ബട്ട് like I'm sitting right now in the time is maybe 10:40 a.m. and I have to check out my resort by 11 a.m. in the morning, and I have to head towards Rameshwaram railway station. Before that, let's see whether we can cover 2 more places because my train is by around 1:30 p.m. എൻ്റെ ട്രെയിൻ 1:30 p.m. സമയത്താണ് രാമേശ്വരത്തിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് മടക്ക യാത്ര ഡേ 3-ൽ. സോ ഞാൻ ആഹാരം ഓർഡർ ചെയ്തിട്ട് വെറുതെ ഇരിക്കുമ്പോൾ കത്തി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ അടുത്തോ ക്യാബ് ഡ്രൈവേഴ്സിൻ്റെ അടുത്തോ എപ്പോഴും നമ്മൾ 12:45 ട്രെയിനെന്നെ പറയുമോ, അല്ലെങ്കിൽ ഇവരുള്ള സ്ഥലങ്ങൾ മുഴുവൻ ചുറ്റിച്ച് നമ്മുടെ ട്രെയിൻ മിസ്സാവും. സോ ഐ യൂസ്ഡ് എ സ്ട്രാറ്റജി ലൈക്ക് ഐ ടോൾഡ് മൈ ഓട്ടോ ഡ്രൈവർ my train is by 12:45, though my train was by 1:30 p.m. in the noon, because if you don't tell like that, these people will think of charging extra by taking you to some other places X and Y. It's good if you have time, but if you don't have time, please tell lies that your train is early, otherwise they won't plan accordingly and make you reach at the station at the right time. So അങ്ങനെ എൻ്റെ ഇഡ്ഡലി വന്നു. രാമേശ്വരത്തെ കുട്ടി ഇഡ്ഡലി എന്നൊക്കെ ആൾക്കാർ പറയും, ഞാൻ വന്നപ്പോൾ അങ്ങനെയൊന്നും കണ്ടില്ല, നമ്മുടെ നോർമൽ ഇഡ്ഡലി പോലെ തന്നെയായിരുന്നു. പിന്നെ സാമ്പാറും കുറച്ച് ചട്നീസ്, ഒരു 2-3 ടൈപ്പ് ചട്നീസ്, വൈറ്റ്, പിങ്ക്, അങ്ങനെയുള്ള ചട്നീസും. പിന്നെ ഞാൻ കഴിക്കട്ടെ, ലെറ്റ് മീ ഈറ്റ്. സോ 3 types of chutney, sambar and idli they brought me. Now I am going to eat it. It's okay. South India food we get almost at the extreme tip of South India also. Apart from this, I ordered a set of puri. 2 will come. With that I got potato curry. പൂരിയുടെ കൂട്ടത്തിൽ എനിക്ക് ഉരുളൻകിഴങ്ങാണ് കിട്ടിയത്, അത് അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. സോ എൻ്റെ ലൈഫിൽ ഞാൻ 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് ഈ രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പ്. സോ ഡേ 3-ൽ നമ്മൾ എന്തൊക്കെ കണ്ടു? വില്ലുണ്ടി തീർത്ഥം, പിന്നെ APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയൽ ബിൽഡിംഗ്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നല്ലൊരു ഡേ ആയിരുന്നു. പിന്നെ കഴിഞ്ഞാലി വെള്ളം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പൂരി നമുക്ക് കൊണ്ടുവരും. എന്തേ എത്തി നമ്മുടെ പൂരി, ചൂട് പൂരി, പിന്നെ പൊട്ടാറ്റോ ഉരുളൻകിഴങ്ങ് കറി. സോ അത്യാവശ്യം നല്ലതായിരുന്നു, നല്ല ഫുഡൊക്കെ അടിക്കാൻ പറ്റി. പിന്നെ വീക്ക് ഡേയ്സിൽ വരുന്നതുകൊണ്ട് പലർക്കും അസൗകര്യങ്ങൾ കാണും, ബട്ട് എനിക്ക് സൗകര്യം ഇതാണ്, കാരണം എൻ്റെ ഡാൻസ് ക്ലാസ്സസ് എനിക്ക് മിസ് ചെയ്യാൻ വയ്യ. സോ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആസ് എ ഡാൻസർ എൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ദൈവം സഹായിച്ച്. പിന്നെ ഇതാ ഈ ഹോട്ടൽ ശ്രീരാമാണ്, അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ, സായറാം അല്ല ശ്രീരാം. ഇവിടെ എനിക്കൊരു തിക്ത അനുഭവം ഉണ്ടായത് എന്താണെന്നാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയുന്നത്. ഞാനൊരു കോഫി ഈ 2 സെറ്റ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പോയപ്പോഴേ എനിക്ക് അതിൻ്റെ അടുത്ത് കുടിക്കാൻ വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇവർ കോഫി ഓർഡറിൻ്റെ കാര്യത്തിൽ സർവീസ് വളരെ ബാഡാണ്.
സോ ഞാൻ പറയുന്നത്, നമുക്ക് നേരമില്ലാത്ത സമയത്തൊക്കെയാണ് ഇവിടെ വരുന്നെങ്കിൽ എല്ലാവരും ധൃതിക്കല്ലേ വരിക. വ്ളോഗ്സ് കവർ ചെയ്തിട്ട് ട്രെയിൻ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് കോഫി അങ്ങനത്തുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കുക. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. ശ്രീറാം ഹോട്ടലാണ് നമ്മുടെ ഗ്രീൻ ലീഫ് റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ്. ആ റിസോർട്ടിൽ ഹോട്ടൽസ് ഇല്ല ആസ് ഓഫ് നൗ. ഇപ്പോൾ 2026 ഇല്ല. ഇനി നിങ്ങൾ മുമ്പ് വരുമോ എന്ന് അറിഞ്ഞുകൂടാ. സോ ഇതാണ് ഞാൻ കഴിച്ച ഹോട്ടൽ, പ്യുവർ വെജ് എന്ന് പറഞ്ഞ്. സോ ഇവിടെ നിന്ന് കോഫി ഒന്നും ഓർഡർ ചെയ്യാതിരിക്കുക, വേറെ എവിടെയെങ്കിലും കുടിക്കുക. സോ ഡേ 3 നമ്മളിനി പോകുന്ന രാമർപാദം ക്ഷേത്രത്തിലേക്കാണ്. സോ ഇത് ഗന്ധമാദന പർവ്വതം എന്ന് പറയുന്നൊരു പർവ്വതത്തിൻ്റെ മേളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പടിയൊക്കെ 2 സൈഡിലും സ്റ്റോളുകളുണ്ട്. പിന്നെ പശുക്കളുണ്ട്. പശുക്കളുടെ കുത്ത് കിട്ടി ചാകാതെ നോക്കാൻ വേണ്ടി. കാരണം ഒരു അമ്മച്ചി എൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നത്. ഞാൻ വെച്ച് ഇവിടുന്നാണ് ഇങ്ങനെ കയറി പിടിക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ചേച്ചി. പിന്നെ അതോ നമ്മുടെ കഴിക്കുണ്ട്. നാരിയൽ പാനി എന്ന് പറഞ്ഞൊക്കെ അവർ വിളിക്കും. എനിക്ക് കഴിക്കൊന്നും വലിയ വിഷയമല്ല, അത് പൊങ്ങച്ചമായിട്ടില്ല. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം അഭിമാനകരമായിട്ടുള്ള വസ്തുവല്ലേ. സോ കോക്കനട്ട് വാട്ടർ ഈസ് loved by North Indians more because we people usually have it. In Kerala we are known for this coconut trees and everything, right? So I didn't find anything very surprising by seeing that thing, and I didn't have it, to be frank. അപ്പോൾ എനിക്കത് നേരത്തെ ഈ ഇളനീരിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷെ കുടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കത് വലിയ സംഭവമല്ല. സോ നമ്മൾ പടിയൊക്കെ കയറി മേളിലേക്ക് പോവുകയാണ്. അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫോട്ടോസാണ്. ഫുട്വെയർ ഒക്കെ താഴെ ഇട്ടിട്ട് വേണം പടിയിൽ മേളിൽ കയറാൻ. സോ ഫുട്വെയർസ് വി ഹാവ് ടു റീപ്ലേസ് ബിലോ ദ സ്റ്റെയർസ് പോയിന്റ് ഗോ ഹൈ. സോ ഐ എം ഗോയിങ് ടു വിസിറ്റ് ദാറ്റ് Sri Ramarpadam temple. Here the feet of that Rama is kept, not the idol of Rama. ഇപ്പോൾ രാമഭഗവാന്റെ പാദങ്ങളാണ് അവിടെ വെച്ചേക്കുന്നത് ദർശിക്കാൻ. അല്ലാതെ അവിടുത്തെ ഇതല്ല, വിഗ്രഹങ്ങളല്ല, ശ്രീരാമൻ്റെ വിഗ്രഹമല്ല. പിന്നെ അതിന് ചുറ്റും നല്ലൊരു വ്യൂ ആണ്. അറൗണ്ട് ദിസ് ടെമ്പിൾ യു ക്യാൻ ഗെറ്റ് എ ഗുഡ് nature scenic beauty view because it's above a mountain. So if you get time, please do visit. This is noon time, not noon, around 11:30. So it's very sunny. അമ്പലത്തിൽ കയറിയപ്പോൾ ഞാൻ ഈ തൊപ്പിയൊക്കെ ഊരി മാറ്റി. പക്ഷേ അതിന് ചുറ്റും ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ വെച്ചതാണ്. When I entered the temple with due respect, I removed my hat as usual, as you have seen in earlier vlogs of mine. But outside it's very hot, so I wore this hat back. So that's it. Each temple, each new experience. സോ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പ്രകൃതിരമണീയമായ വൃക്ഷങ്ങൾ കാണാൻ അതിന് ചുറ്റും നല്ലൊരു അനുഭവമായിരുന്നു. കൊള്ളാം. ഓരോ ക്ഷേത്രത്തിനും ഓരോരോ കഥകളും ഐതിഹ്യങ്ങളും പറയാനുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ പറ്റിയ ഗോഡ്സിന് വളരെയധികം ഒരു ദൈവാധീനമുണ്ട്. ഐ ആം വെരി ബ്ലെസ്ഡ് ദാറ്റ് I could travel and visit the different customs and get to know about different customs, rituals that people practice here. So if you get time, you can also come here to have a direct first-hand experience, or else it's okay. Keep on supporting my channel. You can worship everything. You can see all the things here. But if you want to see that idol and all, you need to come here because we vloggers have the limitation of capturing the idols, right? അപ്പോൾ ഭഗവാന്റെ കാൽപാദം കാണി ഇവിടെ തന്നെ പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ നമുക്ക് വ്ലോഗേഴ്സ് ഒരു പരിമിതിയുണ്ട്. പിന്നെ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുമ്പോൾ ബി കെയർഫുൾ. വെൻ യു ഗെറ്റ് ഡൗൺ, ബി കെയർഫുൾ. ദ സ്റ്റെപ്സ് ആർ വെരി placed very near to each other. If you fall from there, you will get injured badly. അപ്പം വ്ലോഗ് എടുക്കുന്ന സമയം ശ്രദ്ധിച്ച് വരിക, കാരണം തിരിച്ചു വരുമ്പോൾ കാലെങ്ങാനും ചിറക്കി കഴിഞ്ഞാൽ പോയി. ആൻഡ് ബീങ് എ ഡാൻസർ ഇറ്റ്സ് എ വെരി ബിഗ് ലോസ് ഇഫ് ഐ ഗെറ്റ് ഫ്രാക്ചർ ഓർ നീ ഡിസ്ലൊക്കേഷൻ ഓർ സംതിങ്. സോ അപ്പം ഡാൻസിങ് ഫീൽഡിലും കൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഗോഡ്സ് വളരെ കെയർഫുള്ളായാണ് ഇറങ്ങിയത്. കാലിനെങ്ങാനും ഫ്രാക്ചർ ആയാൽ പിന്നെ പണിയല്ലേ. ഇതേ കിടക്കുന്ന നമ്മുടെ ഓട്ടോ. സോ ദിസ് ഈസ് ദ ഓട്ടോ by which I came here. Now I am moving back. This is the last tourist place. Everything else I gave you one hand visualization. വേറെ എല്ലാം നമ്മൾ കവർ ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റ് ആയിരുന്നു നമ്മുടെ രാമപാദം ക്ഷേത്രം. സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ് യു ഓൾ എൻജോയ് ദീസ് 3 days vlogs and everything. Thank you so much for showing so much patience and watching my vlog. ഇതെല്ലാം കണ്ട എല്ലാവർക്കും നന്ദി, കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി. കാരണം ആദ്യമൊക്കെ കണ്ടാൽ എനിക്ക് സീക്വൻസ് കിട്ടും. ഇനി ഗോഡസ് നമ്മുടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ മനോഹരമായ യാത്ര ഇവിടെ തീരുകയാണ്. ഇനിയുള്ള യാത്ര മടക്ക യാത്രയാണ്. ലൈക്ക് ഇറ്റ്സ് എ റിട്ടേൺ പാർട്ട് വേർ ഐ എം മൂവിങ് ബാക്ക് ഫ്രം ധനുഷ്കോടി ആൻഡ് രാമേശ്വരം
back to Rameshwaram, and from there I will be going to Trivandrum. അപ്പോൾ രാമേശ്വരത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് the train from Rameshwaram to Trivandrum will start by 1:30 p.m. in the noon. So let's move to the railway station. So hi all, I am back at that place where I came, Rameshwaram railway station. This is the Rameshwaram railway station. ഇത് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ ട്രെയിൻ ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ട്രിവാൻഡ്രത്തേക്ക്. ഒരു ട്രെയിനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. സോ എന്നാലും ട്രെയിൻ പിടിക്കാം എന്നുള്ളത്, കാരണം ഒരു ട്രെയിനല്ലേ ഉള്ളൂ, പെട്ടെന്ന് നാട്ടിൽ മടക്കണം. പിന്നെ എനിക്ക് ഡാൻസ് ക്ലാസ്സസ് ഉണ്ട് അടുത്ത ദിവസം, അതൊന്നും എനിക്ക് മിസ് ചെയ്യാൻ വയ്യ. സോ പ്ലാറ്റ്ഫോം 1-ൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ബ്രിഡ്ജൊന്നുമില്ല. സോ ഇറങ്ങിയ ഉടനെ ഞാൻ അറിയാതൊരു മടത്തം കാണിച്ച് 1-ലേക്ക് കയറിപ്പോയി വർത്തനം പറഞ്ഞ് നിങ്ങളുടെ വ്ളോഗ് സംബന്ധിച്ച്. പക്ഷേ 4-ലേക്ക് നേരെ നടന്നാൽ മതി, നേരെ പോയിട്ട് അങ്ങോട്ട് പോവുക. കാരണം ഒരു സാറിൻ്റെ അടുത്ത് ചോദിച്ചു പകുതിയായപ്പോൾ ട്രെയിൻ അപ്പുറത്ത് കിടക്കുന്നത് ഇത് പറഞ്ഞ് ഇല്ല, ഇവിടെ ബ്രിഡ്ജില്ല. കാരണം ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ട്രാക്കൊന്നുമില്ല. സോ ബ്രിഡ്ജസ് കാണില്ല. ഓക്കെ, അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നു. അവിടുത്തെ റെയിൽവേ പോലീസുകാർ സാറന്മാർ നല്ല സപ്പോർട്ടീവാണ് in guiding people. The railway police forces are very supportive in guiding where to go and enter the train and everything. So I walked in an incorrect direction, but they corrected me out. Thank you so much railway team. Now I am going to enter into the train. So the noon train from Rameshwaram starts by around noon 1:30 p.m. and reaches early morning 4:55 a.m. in the destination Trivandrum Central. So when you move from there straight you have to go. ഇങ്ങനെ നേരെ വരണം, ഇടത്തോട്ടൊന്നും തിരിയരുത്. നേരെ വന്ന് അവിടെ എഴുതിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം 4-ലാണ് കിടക്കുന്നത്, കുറച്ചുകൂടെ അപ്പുറത്ത് പോകണം. സോ ഞാനങ്ങനെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടന്നു പോകുന്ന രംഗങ്ങളാണ് കാണുന്നത്. ഇത് രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ. ദിസ് ഈസ് ദ എൻഡ് പോയിന്റ്. സി, സോ ദർ ഈസ് അവർ ട്രെയിൻ. നമ്മുടെ ട്രെയിൻ ദാ കിടക്കുന്നു. ഈ ഗോഡസ് കയറാൻ പോകുന്നു. ഗോഡസ് ഇസ് ഗോയിങ് ടു എൻറ്റർ ദിസ് ട്രെയിൻ ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ട്രെയിൻ. ട്രെയിനിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാണേണ്ട കാഴ്ചകളാണ്. ഐ ഗോട്ട് സ്ലീപ്പർ ദിസ് ടൈം, നോട്ട് AC. അപ്പോൾ ഇപ്പോൾ എനിക്ക് റിട്ടേൺ ട്രാവൽ സ്ലീപ്പറാണ് കിട്ടിയത്. ഐ നീഡ് ടു നോ വാട്ട് ദി എക്സ്പീരിയൻസ് വിത്ത് സ്ലീപ്പർ ഈസ് ഓൾസോ. ഏർലിയർ വെൻ ഐ കെയിം ഹിയർ ഇറ്റ് വാസ് 3-tier AC as you might have seen. So I am going to enter the sleeper. I didn't eat anything in the noon because I was very busy in capturing the moments, videos for you people, the vlogs and all. But I am very dedicated and satisfied that I completed the plan as per my planning. എൻ്റെ പ്ലാനിങ് പ്രകാരം എൻ്റെ എല്ലാ സ്ഥലങ്ങളും ഏറ്റവും ഇഷ്ടം. ഞാൻ ഇനി കാണാനൊന്നുമില്ല രാമേശ്വരത്ത് ധനുഷ്കോടി. ഇനി എന്തെങ്കിലും വന്നാലേ ഉള്ളൂ അടുത്ത വർഷത്തിനിടയിൽ വല്ല ഡിസ്കവറീസോ എന്തെങ്കിലും. അത് കാണാൻ പറ്റിയതുകൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. സോ മൈ മൈൻഡ് ഈസ് ഫുള്ളി ഫിൽഡ് ദോ മൈ സ്റ്റൊമക്ക് ഈസ് ഹംഗ്രി. വയറ് വിശപ്പാണെങ്കിലും മനസ്സിൻ്റെ സാറ്റിസ്ഫൈഡായി. സോ ഞാനതിൽ കയറാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് എനിക്കിവിടെ ഒന്നും ഇൻ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ ദർ ഇസ് നോ മീൽസ് ഓർ എനിത്തിങ് യു ഗെറ്റ്. സോ ഇഫ് യു വാണ്ട് യു ഹാവ് ടു ഗെറ്റ് സംതിങ് ഫ്രം ഔട്ട്സൈഡ് ഓൺ ദ വേ ഫ്രം സം ഗുഡ് ഹോട്ടൽസ്. Then in the noon I am going to adjust with some snacks which these people will bring in train, like some vada, coffee or something like that. So I got my sleeper and this time I am very happy. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ലോവർ ബെർത്ത് തന്നെ കിട്ടി. സൈഡ് ലോവർ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് ആണ്. പക്ഷേ AC-ൽ കയറിയപ്പോൾ I missed this place. When I booked in the AC in the coming journey from Trivandrum to Rameshwaram, I didn't get lower berth even though I opted for it. But it's okay, now I am very happy. But the only disadvantage is the sleeper is near to the door. അപ്പം സൈഡ് കിട്ടിയെങ്കിൽ ഇത് ഡോറിന് തൊട്ടടുത്ത്. അപ്പം വെൻ യു സ്ലീപ്പ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ദ ബിലോങ്ങിങ്സ്. അപ്പം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. ഡോറിൻ്റെ അല്ലാത്ത ഇപ്പുറത്തെ സൈഡ് തലയ്ക്ക് താഴെ വെച്ചിട്ട് കിടക്കാവൂ. കാരണം അടിച്ചുകൊണ്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ തിങ്. സോ ബി കെയർഫുൾ വെൻ യു ആർ സോളോ ട്രിപ്പ് എൻജോയിങ് പീപ്പിൾ. ഇപ്പോൾ സോളോ ആയിട്ട് നമ്മൾ പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം നമ്മൾ സെക്യൂർ ആക്കി വെക്കണം. സോ നമ്മൾ ഭയങ്കര ഒരു കെയർഫുള്ളും പിന്നെ ഒരു അലേർട്ട്നെസ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത് നമ്മളെപ്പോഴും സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ്. എവറി ട്രെയിൻ എക്സ്പീരിയൻസ് വിൽ ഗിവ് സംതിങ് ന്യൂ. എന്നെ സംബന്ധിച്ച് നമ്മൾ ഓരോ ട്രെയിൻ എക്സ്പീരിയൻസിൽ പോകുമ്പോൾ നമുക്ക് പുതിയൊരു അനുഭവങ്ങൾ കിട്ടും. എങ്ങനെ ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. പിന്നെ എൻ്റെ കോലം കണ്ടില്ല, ആകപ്പാടെ ട്രാവൽ ചെയ്ത് ക്ഷീണിച്ച് രാവിലെ തൊട്ട് ഉറക്കണക്കിട്ട് പോയതാണ്. സോ എല്ലാം നമുക്കൊരു പുതിയ അനുഭവമാണ്. നമ്മളൊരു ഷെല്ലിനകത്തിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. സോ വല്ലപ്പോഴും വി ഹാവ് ടു ബി, ഇഫ് യു ഹാവ് ഫണ്ട് ആൻഡ് ഹെൽത്ത് ആൻഡ് ഗോഡ്സ് ബ്ലെസ്സിങ്സ് യു നീഡ് ടു മൂവ് സോളോ ഓൾസോ. കാരണം എന്നാലേ നമുക്ക് ലോകത്ത് ചില കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം എപ്പോഴും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ വി വോണ്ട് ബി ഏബിൾ ടു ഫേസ് എ സൊസൈറ്റി ബോൾഡ്ലി ആൻഡ് ബ്രേവ്ലി ലൈക്ക് മീ. സോ അതൊരു കാര്യമാണ്. സോ നമ്മൾ അത്യാവശ്യം എന്ത് ചെയ്യുക, കുറച്ച് ഡസ്റ്റ് കാര്യങ്ങൾ പോകാൻ ശ്രമിക്കുക.
ഞാൻ ഇത്രയും ദൂരം വരെ വന്നു. സോ സ്റ്റേ ട്യൂൺഡ്. നമുക്കിനി പിന്നീട് കാണാം. ബൈ. അങ്ങനെ ഞാൻ കിടപ്പ് തുടങ്ങി. കാരണം എൻ്റെ ലോവർ ബെർത്തിൽ എൻ്റെ ട്രെയിൻ എടുത്തു 1:30 ആയപ്പോൾ ഷാർപ്പ്. അപ്പം എനിക്ക് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. രണ്ടാമത് അപ്പർ ബെർത്തിലുള്ള ആൾ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുറച്ചുകൂടി കിടക്കുവാണെങ്കിൽ എത്ര നല്ലതാണ്, അല്ലെങ്കിൽ എണീച്ചു കൊടുക്കണം. അത് ഗോഡസ് തന്ത്രപരമായിട്ട് ചെയ്തു. കാരണം രാത്രി 10-ന് ശേഷമേ മേളിലുള്ള ആൾക്ക് മേളിൽ കിടക്കാവൂ. അയാൾക്ക് താഴെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? അത് റെയിൽവേ റൂൾസ് ആണ്. ആസ് പെർ റെയിൽവേ റൂൾസ് ടിൽ 10 PM night we should not put the two lower berths together, because if the other co-passenger needs to sit, they also have to sit. No, otherwise they have to climb high to their upper berth. So this is the scenic beauty as the train moves on. Train move ചെയ്യുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിയാണ് ഈ കാണുന്നത്. പിന്നെ ഉച്ച സമയത്തെ വെയിലും ഉണ്ടായിരുന്നു, നല്ല തട്ടുന്നുണ്ടായിരുന്നു. ഈ ഭാഗം ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ തിരിഞ്ഞതാണ്, അതുകൊണ്ടാണ് അവിടെ ഒരു ഇതുപോലൊരു വൈറ്റ് ഇതുപോലെ. സോ ഇതേ നമ്മുടെ സാധനങ്ങളെല്ലാം ഉണ്ട് ആസ് യൂഷ്വൽ. എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ, വിശക്കുന്നുണ്ട്. വടയും ഇതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. വട എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം, പക്ഷെ വാഴയ്ക്കപ്പോൾ അവിടെ കൊണ്ടുവരില്ലല്ലോ, സോ തിന്നാലേ പറ്റൂ. സോ അങ്ങനെയൊക്കെ കുറച്ച് നമ്മുടെ ദുശാഠ്യങ്ങൾ മാറും ട്രെയിൻ യാത്രയിൽ നിൽക്കുമ്പോൾ. നമ്മൾ ഇതേ കഴിക്കൂ, അതേ തിന്നൂ, അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തും നമ്മൾ കഴിച്ചു പോകും. യെസ്, വിശപ്പിനെ ചെറുക്കണമല്ലോ. സോ എനിക്കിതാ വട കൊണ്ടുവന്നു ട്രെയിനിൽ കഴിച്ചു കിട്ടാൻ. സോ 4 ചെറിയ ചോട്ട വട അത് ഞാൻ മേടിച്ചു. വട കഴിക്കുമ്പോൾ എപ്പോഴും പണി കിട്ടാറുണ്ട് കമൻറ്റ് ചെയ്യുക. കാരണം ഈ വെള്ളം കുടിച്ചിട്ട് ഈ തൊണ്ടയിലെല്ലാം കൂടെ ട്രാഫിക് ബ്ലോക്ക് ആവും. എനിക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. സോ വട കുഴപ്പമില്ല, ഞാൻ വട തിന്നു. എന്തായാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഗ്യാസും കാര്യങ്ങളും ആവും. സോ ഞാനത് കഴിച്ചു. ഉച്ചയ്ക്ക് ചോറും ഫിഷ് അങ്ങനെ നോൺവെജൊക്കെ തിന്നുന്നതാണ് ഞാൻ. പിന്നെ എനിക്ക് ഏറ്റവും സന്തുഷ്ടത ഞാൻ ട്രെയിൻ കറക്റ്റ് സമയത്ത് ഇങ്ങനെ വന്നല്ലോ. കാരണം ട്രെയിൻ ലേറ്റായി നമ്മൾ ഫുഡ് തിന്നോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നാട്ടിൽ വന്നാലും തിന്നാലും. പിന്നെ അപ്പം എനിക്ക് കോഫി കിട്ടിയില്ല, പിന്നെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കോഫിയും കുടിച്ചുകൊണ്ടിങ്ങനെ പോവുകയാണ്. പിന്നെ എന്തോന്നാണ്, പിന്നെ ഇനി നോക്കാം. എൻ്റെ മേളിലുള്ള ആൾ പാലക്കാടിൽ എന്തോ കയറുന്നുണ്ടോ TTR സാറിനൊക്കെ ചോദിച്ചു. അങ്ങനെ വീണ്ടും പിന്നെ കണ്ണ് കാണാത്ത 2 ചേട്ടന്മാർ കപ്പലണ്ടി മുട്ടായി കൊണ്ടുവന്നു, പീനട്ട് സ്വീറ്റ്. സോ ഐ തോട്ട് ചലോ ഐ വിൽ ബൈ. അവർക്കൊരു വരുമാനവുമായി, ഒരു നല്ല കാര്യമല്ലേ. എൻ്റെ വിശപ്പും പോയിച്ചിരി. അങ്ങനെ ഇതാ വൈകിട്ട് ഏകദേശം ഒരു 6:30-7 മണിയായി. ട്രെയിൻ 6-6:30 മണിയായി കാണും. പക്ഷേ ഏതല്ല, നല്ല മനോഹരമായ കുന്നുകൾ കാണാം, വരാം. ശരിക്കും ട്രെയിൻ യാത്ര നമ്മൾ ചെയ്യുമ്പോൾ അത് രാത്രിയായി. അത് കഴിഞ്ഞത് രാത്രിത്തെ വ്യൂ ആണ് ട്രെയിനിൽ വരുന്നത്. ട്രെയിൻ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും. ഇഫ് യു ഫീൽ സ്ട്രെസ്, ടേക്ക് ദ ടിക്കറ്റ്, ഗോ സംവെയർ വെറെവർ യുവർ മൈൻഡ് ഫീൽസ് ലൈക്ക് യു വിൽ ഫീൽ ലിറ്റിൽ ബെറ്റർ, കാം ആൻഡ് കമ്പോസ്ഡ് വെൻ യു സീ ദ ട്രാക്സ്, ട്രെയിൻ മൂവിങ്, എവറിത്തിങ്. ദെൻ ഒരു ട്രെയിൻ യാത്രയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കും, കാണും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ദാറ്റ്സ് എ തിങ്. അങ്ങനെ എനിക്ക് പാലക്കാടിൽ നിന്ന് ഞാൻ ചിക്കൻ ബിരിയാണി മേടിച്ചു. ഉച്ചയ്ക്കൊന്നും തിന്നില്ലേ, അപ്പോൾ രാത്രി ചിക്കൻ ബിരിയാണി മേടിച്ചു ഞാൻ. 100 രൂപ എന്തോ ആയെന്ന് തോന്നുന്നു. അത് ഞാൻ കഴിക്കുവാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി റൈസിനകത്ത് വെച്ച് അങ്ങനെ എന്തോ ആയിരുന്നു. എന്നാലും ചിക്കൻ ബിരിയാണിക്ക് വലിയ വിലയായിരുന്നു എന്നെ സംബന്ധിച്ച്. 100 ആണെങ്കിലും കാരണം ഉച്ചയ്ക്ക് ഞാൻ ആഹാരം കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. സോ പിക്കിൾ വാസ് ദെയർ, സലാഡ് വാസ് ദെയർ. So I bought this from, so at night you will get biryani from Palakkad when this train halts. I think it was around 9 PM in the night. So be alert when Palakkad comes if you want to buy and eat something, and make sure you are not missing the train. Please be inside the train and order. Train അകത്തിരുന്നുകൊണ്ട് തന്നെ ഫുഡ് മേടിക്കാൻ നോക്കുക. ഡോറിൻ്റെ അവിടെ നിന്ന് ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് പ്ലീസ് ഡോണ്ട് റൺ ആൻഡ് എൻ്റർ ഇൻ ദ മൂവിങ് ട്രെയിൻ. മൂവിങ് ട്രെയിനിൽ നല്ല കാഴ്ചകൾ കാണാം, അതുപോലെ തന്നെ അവിടെ വീണാലും അല്ലെങ്കിൽ ചറിയാലും പാളത്തിനകത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ പണിയാവും. സോ ബി കെയർഫുൾ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളും കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ കിടക്കാൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ കാണാം. അപ്പം നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതായത് അടുത്ത ദിവസമായി ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിക്കഴിഞ്ഞു. 4:55 ആയപ്പോൾ എത്തി. പക്ഷേ എന്നെ വിളിക്കാൻ വരേണ്ട ആൾക്കാർ വീട്ടിൽ നിന്ന് ഇതുവരെയും വന്നിട്ടില്ല. സോ എനിക്കിവിടെ ഹോൾട്ട് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫോളോവർ, അതായത് മിസ്റ്റർ കണ്ണൻ സംതിങ്, എന്നെ ഇങ്ങനെ പാസ് പേ ചെയ്ത് കണ്ടു. പക്ഷേ എൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും കൂട്ടാക്കിയൊന്നുമില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ
കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇതേ ഒരു മെസ്സേജ് ഇട്ടു. ഇന്ന് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു, അവിടെ കൂടെ നടന്നു പോകുന്നത് കണ്ടായിരുന്നു. സോ ഇനി ബ്രിഡ്ജ് യൂസ് ചെയ്ത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. സോ നിങ്ങൾ എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മിണ്ടാൻ ശ്രമിക്കുക. കാരണം എനിക്ക് നിങ്ങൾ ആരെയാണ് എൻ്റെ പേജ് ഫോളോ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ലല്ലോ. പക്ഷെ നിങ്ങൾ എന്നെ സ്ഥിരമായിട്ട് വച്ചാൽ നിങ്ങൾക്ക് ഞാൻ ആരാന്നുള്ളത് അറിയാമല്ലോ. ബ്ലോഗർ, ഇൻഫ്ലുവൻസർ, ഡാൻസർ. എല്ലാവരും വന്ന് മിണ്ടുക. അങ്ങനെ വലിയ ആറ്റിറ്റ്യൂഡ് ടീമൊന്നുമില്ല. ഞാൻ പലരും പറയാറുണ്ട് സെലിബ്രിറ്റി റേഞ്ചിലാണെങ്കിലും സോഷ്യൽ മീഡിയാസിൽ എനിക്ക് അതിൻ്റെ ഒരു ജാടത്താരോ അഹങ്കാരമോ ഇല്ല. അങ്ങനെ എൻ്റെ വീട്ടുകാർ വരുന്ന വെയിറ്റ് ചെയ്യുന്നുണ്ട്, പപ്പ വരുന്ന വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു വാഴയ്ക്ക പഠിക്കാൻ ട്രിവാൻഡ്രം സെൻറ്ററിൻ്റെ പ്ലാറ്റ്ഫോം 1-ലുണ്ടല്ലോ കോഫി ചെയ്തു. ഒരു ടീ സ്റ്റാർ റെസ്റ്റോറൻറ്റ് പോലത്തെ അവിടെ തന്നെ ഞാൻ തന്നെ കഴിച്ചു. നല്ല ചൂടായിരുന്നു. ഞാൻ തിന്നു. പക്ഷേ അവിടുത്തെ ഈ ടേബിളൊന്നും ഇവന്മാർക്ക് വൃത്തിയാക്കാൻ വലിയ മടിയാണ് അവിടുത്തെ സ്റ്റാഫുകൾക്ക്. അപ്പോൾ കുറച്ച് ഭാഗം വൃത്തിയാക്കിയിട്ടൊക്കെ പോകണം. അതുകൊണ്ട് ഞാൻ അവിടുത്തെ കുറച്ച് റീസായിട്ട് തന്നെ പറഞ്ഞു ബി സാഫ് കറുതേനാന്ന് പറഞ്ഞു. എന്നാൽ മാത്രം അവർ ചെയ്യത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഈ ടേബിളിൽ വൃത്തിയിട്ട സാധനങ്ങൾ വെച്ചിട്ട് അവിടെ നിന്നിരുന്ന് എനിക്ക് ഇഷ്ടമല്ല. എത്ര പേർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് തിന്നാൻ പറ്റാത്ത. സോ ഐ ഡോണ്ട് ലൈക്ക് to eat in a place where the table is not clean. Let it be restaurant for that matter. So I told that staff in a raised manner to clean it out. So back to my lovely snack, hot banana fritters, parampuri and one coffee. And after having this I went and sat outside to see how the people are moving around the railway station and everything. So this is the coffee. ഈ കോഫിയും വാഴയ്ക്കപ്പവും തിന്നു. അതിനുശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള പ്ലാറ്റ്ഫോമിൻ്റെ സൈഡ് സ്റ്റേഴ്സ് ഉണ്ടല്ലോ അവിടെ പോയിരുന്നു. കാരണം മൈ ഡാഡ് ഹാഡ് ടു കം ടു പിക്ക് മീ ഔട്ട്. പറയാതെ വയ്യ. നമുക്ക് നമ്മുടെ ഫാദറും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദേ ആർ വെരി കെയറിങ് ടുവേർഡ്സ് അസ്. നമ്മളിപ്പോൾ എത്ര ഏജായി എന്ന് പറഞ്ഞാലും വി ആർ കിഡ്സ് ടു ദം. അപ്പം അങ്ങനെ എൻ്റെ ഫാദറിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ ഫ്രണ്ട് പോർഷനാണ്. ഞാൻ അവിടെ ഇരുന്നു, കുറേ ഇൻസ്റ്റാ കാര്യങ്ങൾ സ്ക്രോളും ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ യാത്ര കഴിഞ്ഞ് വന്നില്ല. എനിക്ക് അവിടെ നിന്ന് റീലെടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. പോരാത്തതിന് നമ്മുടെ പോലീസും കുറേ ആൾക്കാർ അവിടെ പാട്രോളിങ്ങിന് നടക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ കഴിയുന്നത് അലിഗേഷൻസ് ഒഴിവാക്കുക. കാരണം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസസിൻ്റെ എതിരെ ഉൾത്തിരിഞ്ഞ് വരുന്നത് അതിനൊന്നും നമ്മൾ വേണ്ടാത്ത വയ്യാവിയിൽ ഏണികൾ പിടിക്കണ്ട. നമ്മൾ മിണ്ടാതിരിക്കുക. ആർക്കും ന്യൂസൻസ് ക്രിയേറ്റ് ചെയ്യാതെ പബ്ലിക് ന്യൂസൻസ് ഉണ്ട്. നമുക്ക് കിട്ടുന്ന അവസരം വരുമ്പോൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റിസോർട്ട് എടുക്കുന്നു, കുറേയൊക്കെ മേളാങ്കിച്ചിട്ടല്ലേ ഞാനും വന്നത്, കുറേ വൈബും റീൽസും ഒക്കെ എടുത്ത്. ഇനി ബാക്കി വീട്ടിൽ പോയി അല്ലെങ്കിൽ എനിക്ക് പ്രൈവറ്റായിട്ടൊരു പ്രോപ്പർട്ടി ഉള്ളിടത്ത് എൻജോയ് ചെയ്യാമെന്നത് ഞാനവിടെ മിണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഒബ്സേർവ് ചെയ്യുമായിരുന്നു. ഓരോരുത്തരും തിരക്ക് പിടിച്ച് ട്രെയിൻ പിടിക്കാൻ പോകുന്നതും പല സ്ഥലങ്ങളിൽ പോകുന്നതും. ഒരു ട്രെയിൻ യാത്രയിൽ നമ്മൾ പലരെയും കാണും, പല കാര്യങ്ങളും ഓരോരോ സ്റ്റേഷൻ എത്തുമ്പോൾ നമ്മൾ പിരിഞ്ഞു പോകും. സോ അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഐഡിയോളജി. ഒന്നിൽ മീൻസ് ചില കാര്യങ്ങൾ നമ്മൾ വിടേണ്ടത് വിട്ട് കളയുക. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്ട്രെസ്സ് കൂടത്തേ ഉള്ളൂ. സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്, ഒരു വിലയിരുത്തൽ പറയുക. So I enjoyed my trip very much. So hope you all didn't get bored all throughout my vlog. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ബോറടിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So thanks for watching my vlog. See you all in the next vlog. Bye. Take care.